നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിൽ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ ഇനിയും തീർപ്പായില്ല. കോടതിയിൽ നിന്നും അനുകൂല സ്റ്റേ ലഭിച്ചവരുടെ നികുതിയും സ്വീകരിക്കാതെ നഗരസഭ. വിനയാവുന്നത് സോഫ്റ്റ്വെയർ പ്രശ്നം. നികുതി ഇനത്തിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും നഷ്ടം. നടൻ മേഘനാഥന് വിട. വ്യാഴാഴ്ച പുലർച്ചെ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നഷ്ടമായത് വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങിയ നടൻ. അന്ത്യോപചാരമർപ്പിച്ച് സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. എഴുത്തുകാരനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഏലംകുളം VP വാസുദേവൻ മാസ്റ്റർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഏലംകുളത്തെ വീട്ടുവളപ്പിൽ. CPM മങ്കട ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങും. കൊടിമര ദീപശിഖ ജാഥകൾ വൈകിട്ട് സംഗമിക്കും. തിരൂർക്കാടാണ് സമ്മേളനം നടക്കുന്നത്. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. വളർത്തുമൃഗങ്ങളെയാണ് തെരുവുനായ കടിച്ചത്. പശുവിനും കിടാവിനും വളർത്തുനായയ്ക്കും കടിയേറ്റു. കരുവാരക്കുണ്ട് CDS ഓഫീസിൽ വിജിലൻസ് പരിശോധന. കുടുംബശ്രീ മുഖേന വിൽപ്പന നടത്തിയ ബൾബുകൾ സംബന്ധിച്ച പരാതിയിലാണ് അന്വേഷണം. കുടുംബശ്രീയെ കരുവാക്കി സ്വകാര്യ കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ ഇനിയും തീർപ്പായില്ല. കോടതിയിൽ നിന്ന് അനുകൂല സ്റ്റേ ലഭിച്ചവരുടെ നികുതിയും സ്വീകരിക്കാതെ നഗരസഭ. കേസ്മാർട്ടിൽ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് നഗരസഭാ അധികൃതർ. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സ്റ്റേ ആണ് ഉള്ളത്. നഗരസഭ നൽകിയ കുടിശ്ശിക ഡിമാൻഡ് നോട്ടീസ് അടയ്ക്കാനാവില്ലെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ ലഭിച്ച സ്റ്റേ ആണ് ഒന്ന്. മറ്റൊന്ന് 4 വർഷത്തെ കുടിശ്ശിക അടയ്ക്കില്ലെന്നതാണ്. 7 വർഷത്തെ കുടിശ്ശികയിൽ 3 വർഷത്തെ അടയ്ക്കാമെന്നും ബാക്കി 4 വർഷത്തെ എഴുതിത്തള്ളണമെന്ന ആവശ്യം അനുവദിച്ചാണ് മറ്റൊരു സ്റ്റേ. നികുതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്റ്റേകൾ നീക്കുന്നതിന് എതിർവാദ പത്രിക നൽകാൻ പോലും പല കേസുകളിലും നഗരസഭ തയ്യാറായിട്ടില്ല. അതേസമയം ഹൈക്കോടതി സ്റ്റേയിൽ അനുവദിച്ച ഹർജിക്കാരുടെ ആവശ്യം പരിഗണിക്കാനും നഗരസഭ തയ്യാറാവുന്നില്ല. നഗരസഭയ്ക്ക് നികുതി ഇനത്തിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് നീക്കമില്ല. നികുതി കുടിശ്ശിക അടയ്ക്കാതെ നികുതി സ്വീകരിക്കാത്തത് കാരണം വ്യാപാര ലൈസൻസ് പുതുക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാനാണ് ഓൺലൈനായി നികുതി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ മാനുവലായി നികുതി സ്വീകരിച്ച് റെസിപ്റ്റ് എഴുതി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ വസ്തുനികുതി കുടിശ്ശിക ഡിമാൻഡ് സഞ്ജയ സോഫ്റ്റ്വെയറിൽ ഉള്ളതുപോലെ കേസ്മാർട്ടിലും ലഭ്യമായാൽ മാത്രമേ മാനുവലായി നികുതി സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. മാനുവലായി സ്വീകരിച്ച നികുതി അതാത് കെട്ടിട നമ്പറുകളിലേക്ക് വരവ് വയ്ക്കണമെങ്കിൽ കേസ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണം. സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തേണ്ടത് സർക്കാർ തലത്തിലാണ്. നഗരസഭാ തലത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് നഗരസഭാ അധികൃതർ കെട്ടിടം ഉടമകൾക്ക് നൽകുന്ന മറുപടി. ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും നികുതി സ്വീകരിക്കാത്ത സാഹചര്യമാണ് മണ്ണാർക്കാട് നഗരസഭയിൽ. വില്ലൻ വേഷങ്ങളിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച നടൻ മേഘനാഥന് വിട. വ്യാഴാഴ്ച പുലർച്ചെ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. പ്രശസ്ത നടൻ ബാലൻ K നായരുടെയും ശാരദ നായരുടെയും 3ാമത്തെ മകനാണ്. പ്രശസ്ത നടൻ ഭരത് ബാലൻ K നായരുടെ മകനെന്ന ഖ്യാതിയോടെ സിനിമയിലേക്ക് വന്ന മേഘനാഥൻ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 1983 അസ്ത്രം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. പഞ്ചാഗ്നി, ചെങ്കോൽ, ചമയം, ഈ പുഴയും കടന്ന്, ഒരു മറവത്തൂർ കനവ്, തച്ചിലേടത്ത് ചുണ്ടൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഉത്തമൻ, താന്തോന്നി, ആക്ഷൻ ഹീറോ ബിജു, സൺഡേ ഹോളിഡേ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. നിരവധി സീരിയലുകളിലും വേഷമിട്ടു. സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുമ്പോഴും ഒട്ടും താരജാടയില്ലാതെ തികച്ചും ഒരു സാധാരണക്കാരനായി സ്വന്തം നാട്ടിലും നാട്ടുകാർക്കിടയിലൂടെയും ഇറങ്ങി നടന്ന ഒരു പച്ചമനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ശാരീരിക അവശതകളെ തുടർന്ന് കുറച്ചുകാലമായി അദ്ദേഹം അഭിനയരംഗത്ത് സജീവമായിരുന്നില്ല. എങ്കിലും ചെറിയ വേഷങ്ങളിലൂടെ തൻ്റെ അഭിനയ പ്രതിഭ അദ്ദേഹം നമ്മെ കാണിച്ചു തന്നു. നിര്യാണ വാർത്തയറിഞ്ഞ് മുൻമന്ത്രി AK ബാലൻ, MLA മാരായ P മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, K പ്രേംകുമാർ, മുൻ MLA M ഹംസ തുടങ്ങിയവരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരും വാടാനാംകുറിശ്ശിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു നടനാണ് മേഘനാഥൻ. മമ്മൂട്ടി മുതൽ നമ്മുടെ
ഭവൻ മണി വരെയുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് സിനിമാ മേഖലയിൽ തനതായ ഒരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബാലങ്കെ നായരുടെ അവിസ്മരണീയമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങളും അതിനോട് മത്സരിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങളെ മേഘനാഥും തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു. സിനിമാ ലോകത്തിന് തീരാ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ശ്രീ മേഘനാഥൻ്റെ അന്ത്യമുണ്ടായത്. മോശൻ പറഞ്ഞ പോലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ജീവനോടുകൂടി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു. അതിനുശേഷം സ്വഭാവ നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് വിട്ട് പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബാലൻ കെ നായരുടെ മകൻ എന്ന നിലയിലും അതിനപ്പുറത്ത് അഭിനയരംഗത്ത് സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാനും തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന് മലയാളി മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിൽ മുദ്ര പതിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിലൊരാളാണ് മേഘനാഥൻ. മേഘനാഥൻ എന്ന് പറഞ്ഞാൽ ബാലൻ കെ നായരുടെ മകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തന്നെ വലിയ സൗഹൃദത്തിൽ ജീവിക്കുന്നവരാണ്. പിന്നീടൊരു യോഗം പോലെ ഞാൻ സിനിമാ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ന്യൂസ് പേപ്പർ പോയി എന്ന് പറഞ്ഞാൽ നിസ്സാ ഡാറ്റയുടെ പടത്തിലെ ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി അഭിനയിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ടായി. ആ ആത്മബന്ധം ഇന്നുവരെ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സിനിമയില്ലാത്ത ഇടവേളകളിൽ അനാവശ്യമായി ഒരു സിനിമാക്കാരൻ്റെ ജാടയില്ലാതെ ഒരു നാട്ടിൻ പുറത്ത് സാധാരണക്കാർ പോലെ ഇവിടെയൊക്കെ റോട്ടിലൂടെ നടക്കുന്നതാണ്. എന്തിനു പറഞ്ഞു, കേബിൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ കേബിൾ വർക്ക് തൊഴിലാളികൾ ചെയ്യുമ്പോൾ അത് നോക്കി റോഡ് സൈഡിൽ നിൽക്കുന്ന മേഘനാഥനെ പലപ്പോഴും അത്ഭുതത്തിൽ നമ്മൾ കാണാറുണ്ട്. കാരണം അങ്ങനെ നടന്മാരെ അങ്ങനെ ദുർലഭമായിരിക്കും. അപ്പോൾ ഒരു തീർത്തും സാധാരണ ഇടയ്ക്ക് അവിടെ അന്വേഷിച്ചാൽ പറയും പാടത്തെ പണിയിലാണ്. അപ്പോൾ നമുക്ക് പാടത്ത് ചെല്ലുമ്പോൾ നല്ല കാളയൊക്കെ വെച്ച് പൂട്ടുന്ന കാണാൻ നിന്നിട്ട് അതിനൊന്നൊരു പണിയെടുക്കാൻ മതി. അച്ഛനും അങ്ങനെയായിരുന്നു, ബാലൻ കെ നായരും അങ്ങനെ തന്നെയായിരുന്നു. വർക്കില്ല അന്ന് എത്ര സൂപ്പറായിട്ട് നടനായി നിൽക്കുമ്പോഴും നാട്ടിൽ വന്ന കൃഷിപ്പണിയും ഒക്കെ ആയിട്ട് നടക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും നാട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒതുങ്ങിയ പ്രകൃതമായിരുന്നു മേഘനാഥൻ. സിനിമയിൽ കാണുന്ന വില്ലൻ്റെ മുഖമല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രകൃതമായിരുന്നു. സുസ്മിതയാണ് ഭാര്യ. മകൾ പാർവതി. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം വാടനാകുറിശ്ശിയിലെ വസതിയിൽ നടന്നു. അച്ഛൻ ബാലൻ കെ നായരുടെ ശവകുടീരത്തിന് തൊട്ടുതന്നെയാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കിയത്. അച്ഛൻ ബാലൻ കെ നായരെ പോലെ വില്ലൻ വേഷങ്ങളായിരുന്നു സിനിമയിൽ മേഘനാഥനെയും തേടിയെത്തിയത്. ഇടിനാഥം പോലത്തെ ശബ്ദവും ഒത്ത ശരീരവും വില്ലൻ റോളുകളിൽ അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി. ചെറിയ റോളുകളിൽ പോലും തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ മേഘനാഥന് കഴിഞ്ഞു. വില്ലൻ വേഷങ്ങളിലാണ് മേഘനാഥൻ എന്ന നടനെ മലയാള സിനിമ അടയാളപ്പെടുത്തുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിക്കാൻ മേഘനാഥനായി. ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും സ്വതസിദ്ധമായ അഭിനയശൈലി മേഘനാഥൻ എന്ന നടനെ അഭ്രപാളിയിൽ വ്യത്യസ്തനാക്കി. മഹാപ്രതിഭയായ അച്ഛൻ ബാലൻ കെ നായരുടെ മകനെന്ന ഖ്യാതിയുമായി മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ആളാണ് മേഘനാഥനെങ്കിലും ഇടിനാഥം പോലത്തെ ശബ്ദവും ഒത്ത ശരീരവും തൻ്റേതായ ഇടം മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തു. ഒപ്പം അഭിനയിച്ചവരുടെ വാക്കുകൾ ഇങ്ങനെ: എൻ്റെ സുഹൃത്ത് മേഘനാഥൻ, ഞങ്ങളൊരുമിച്ച് പല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചെമ്പൽ എന്ന പടത്തിലാണ്. വളരെ നല്ല മനസ്ഥിതിയുള്ള, സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മലയാള സിനിമയിൽ ഒരുപാട് കാലം, ദീർഘകാലം ജീവിച്ചിരുന്നുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ വിധി കടക്കാൻ പറ്റിയില്ലല്ലോ. ദൈവഗീതം അതാണ്. തീർച്ചയായും നമ്മയെല്ലാം വേർവിട്ട് സമാധാനത്തിൻ്റെ ഒരു നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ
അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സൗഹൃദമായിരുന്നു ഞാൻ ആദ്യം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തു. എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹം. ബാലേട്ടൻ മുതൽ ഇങ്ങോട്ട് ഉള്ളൊരു ബന്ധമാണ്. കാരണം മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ്. ആത്മാവിൽ ശാന്തി നേരട്ടെ. രോഗാവസ്ഥയെ തുടർന്ന് ഇടക്കാലത്ത് അദ്ദേഹം അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും ഇടയ്ക്കൊക്കെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചു. അതിലൊന്നായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ അച്ഛൻ റോൾ. ഒരുപക്ഷേ മലയാള സിനിമ വേണ്ട രീതിയിൽ ഈ നടനെ ഉപയോഗപ്പെടുത്തിയോ എന്ന ചോദ്യം കൂടി ഉയർത്തുന്നതായിരുന്നു ആ വേഷം. ഇനിയുമേറെ കഥാപാത്രങ്ങൾ മേഘനാഥനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു പ്രതിഭയെ കൂടിയാണ് നഷ്ടമാകുന്നത്. എഴുത്തുകാരനും പ്രഭാഷകനും നിരൂപകനും സാംസ്കാരിക പുരോഗമന പ്രവർത്തകനുമായ VP വാസുദേവൻ അന്തരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. 80 വയസ്സായിരുന്നു. അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, വിവർത്തകൻ, നിരൂപകൻ, സാംസ്കാരിക പുരോഗമന പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് പെരിന്തൽമണ്ണ ഏലംകുളത്തെ VP വാസുദേവൻ. KGTA, KSTA അധ്യാപക സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹി, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരിലും ധിഷണാശാലികളിലും മുൻനിര സ്ഥാനീയനായ വ്യക്തിത്വം. വൈലോപ്പിള്ളി കവിതകളും അക്കിത്തം കവിതകളും ആധികാരികമായി പഠനം നടത്തിയ കവി. ക്യൂബൻ വിപ്ലവത്തെ ബന്ധപ്പെടുത്തി ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായി പഠനം നടത്തിയ വിപ്ലവകാരി കൂടിയാണ് VPV. സ്പോർട്ടക്കസ്, ശക്തിഗീതങ്ങൾ, ക്യൂബൻ വിപ്ലവത്തിൻ്റെ ഇതിഹാസം എന്നീ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അരനൂറ്റാണ്ടിലേറെയായി നിലകൊണ്ട ഇടതുപക്ഷ ചിന്താഗതിയോട് ഇടയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ടായി. അതോടെ വലതുപക്ഷ വേദികളിൽ VPV വലിയ സാന്നിധ്യമായി മാറിയിരുന്നു. ഒരു പതിറ്റാണ്ടിനിപ്പുറം പഴയ പാതയിൽ തന്നെ തിരിച്ചെത്തി പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം പിന്തുടരുകയാണ് VPV. പെരിന്തൽമണ്ണയിൽ നടന്ന ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാതയുടെ 50ാം വാർഷിക ആഘോഷത്തിലാണ് VP വാസുദേവനെ അവസാനമായി കണ്ടത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിനിടയിലും വൈലോപ്പിള്ളി കവിതകളെക്കുറിച്ചുള്ള പഠനത്തിലും എഴുത്തിലുമായിരുന്നു VP വാസുദേവൻ. പതിറ്റാണ്ടുകളായി സാഹിത്യ അരങ്ങിലും സാമൂഹ്യ സാംസ്കാരിക വേദികളിലും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ അറിവിൻ്റെ പ്രതിഭയാണ് വിടവാങ്ങിയത്. ഏലംകുളത്തെ വീട്ടുവളപ്പിൽ ശനിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. വളർത്തുമൃഗങ്ങളെയാണ് തെരുവുനായ ആക്രമിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11ഓടെയാണ് ആക്രമണം. പനയൂർ ഇളംകുളം പ്രദേശത്താണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. കാരാമിൽ വീട്ടിൽ വിശാലാക്ഷിയുടെ 2 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയും, ചങ്ങലംചിറ വീട്ടിൽ പീതാംബരന്റെയും, കാരാമിൽ വീട്ടിൽ രാമദാസിന്റെയും, നാരങ്ങപ്പറമ്പിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും വളർത്തുനായ്ക്കളെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. അപ്പോൾ എന്നെ നമ്മൾ വിളിച്ചു പറയാം, വിശാലു നായനെ കടിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വന്നാ വേണ്ട അവസ്ഥ തന്നെ, ഇങ്ങനെ കടിച്ചിട്ട് തൂങ്ങി കിടക്കുന്നത്. ഒരു തെരുവുനായ ഇറങ്ങിയിട്ട് ഇവിടെ ജനങ്ങൾക്കൊക്കെ ഭീതിയായി. 2 നായ്ക്കളെ, ഒരു പൈക്കുട്ടി, ഒരു പയ്യ് ഒക്കെ കടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാട്ടുകാരെല്ലാം തെരഞ്ഞു. ഇപ്പോൾ പേനായയാണ് എന്ന് നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ നായ്ക്ക് വാക്സിനേഷൻ എടുത്തിട്ടില്ല, കടി ഏറ്റിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. 5 ദിവസത്തിന് ഇത് കടി ഏറ്റ ദിവസം, പിന്നെ അതിന് ശേഷം ഒരു 3 ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം, അങ്ങനെ ഒരു ഷെഡ്യൂളുണ്ട്. അതനുസരിച്ച് കുത്തിവയ്പ്പ് എടുത്ത് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ത് തരം നായയാണ്. റെഗുലറായിട്ട് എല്ലാ വർഷവും വാക്സിനേഷൻ എടുക്കാത്ത നായ്ക്കളാണെങ്കിൽ പ്രത്യേകിച്ചും ആശുപത്രിയിൽ കൊണ്ടുവന്ന് കുത്തിവയ്പ്പ്. പശുക്കിടാവിന്റെ മുഖം തെരുവുനായ കടിച്ചു പൊളിച്ച അവസ്ഥയിലാണ്. വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കടിയേറ്റ വളർത്തുമൃഗങ്ങൾക്ക് വാണിയംകുളം മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടറെ എത്തിച്ച് കുത്തിവയ്പ്പ് നൽകി. കരുവാരക്കുണ്ട് CDS ഓഫീസിൽ വിജിലൻസ് പരിശോധന. കുടുംബശ്രീ മുഖേന 2 വർഷം മുമ്പ് വിൽപ്പന നടത്തിയ ബൾബുകൾ സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന. കുടുംബശ്രീയെ കരുവാക്കി സ്വകാര്യ കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പദ്ധതിയായി 2 വർഷം മുൻപ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ബൾബുകൾ വിൽപ്പന നടത്തിയിരുന്നു. സ്വകാര്യ ഏജൻസിയാണ് ബൾബുകൾ എത്തിച്ചു നൽകിയത്.
ഒന്നിന് 200 രൂപ നിരക്കിൽ 2500ഓളം ബൾബുകളാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലാകെ വിറ്റഴിച്ചത്. എന്നാൽ ഈ ബൾബുകളാകട്ടെ ഗുണനിലവാരം ഇല്ലാത്തതും പെട്ടെന്ന് കേടാകുന്ന സാഹചര്യവും ഉണ്ടായി. തുടർന്ന് ബൾബ് വാങ്ങിയവർ ഗ്രാമപഞ്ചായത്തിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CDS പോലീസിനും പരാതി നൽകി. ബൾബുകൾ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ട് CDS ഭാരവാഹികൾ പലതവണ ഏജൻസിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇൻസ്പെക്ടർ P. ജ്യോതീന്ദ്രകുമാറും സംഘവും CDS ഓഫീസിൽ പരിശോധന നടത്തിയത്. ബൾബ് വാങ്ങണമെന്ന് അഭ്യർത്ഥിച്ച് CDS പ്രസിഡന്റ് അയൽക്കൂട്ട ഗ്രൂപ്പുകളിലേക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങൾ സംഘം കണ്ടെത്തി. വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM മങ്കട ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങും. വൈകിട്ട് കൊടിമര ദീപശിഖ ജാഥകൾ സംഗമിക്കും. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും ഉദ്ഘാടനം ചെയ്യും. തിരൂർക്കാടാണ് CPM മങ്കട ഏരിയ സമ്മേളനം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ദീപശിഖ കൊടിമര ജാഥകൾ തിരൂർക്കാട് ഹൈസ്കൂൾ പടിയിൽ സംഗമിച്ച് യെച്ചൂരി നഗറിലേക്ക് പ്രകടനമായി നീങ്ങും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ TK റഷീദ് അലി പതാക ഉയർത്തും. മണ്ണാമ്പറമ്പ് M പാർക്ക് ഓഡിറ്റോറിയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 168 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് താഴെ അരിപ്രയിൽ നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ആരംഭിക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ വിഷയങ്ങളും ഒപ്പം മങ്കട മണ്ഡലത്തിലെ വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനിജ നിർവഹിച്ചു. ജില്ലാ കലോത്സവം ഈ 25, 26, 27, 28, 29 തീയതികളിൽ ശ്രീകൃഷ്ണപുരം സ്കൂള് മെയിൻ വേദിയായും പരിസരത്തുള്ള മറ്റ് രണ്ട് സ്കൂളുകൾ മറ്റു വേദിയുമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ പന്തൽ നാട്ടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മളെ ഈ അവസരം നമുക്ക് നല്ല രീതിയിൽ ഈ കർമ്മം നിർവഹിക്കാം. നവംബർ 25 മുതൽ 29 വരെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമാങ്ങോട് ALP സ്കൂൾ, ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം, ബാപ്പുജി പാർക്ക്, AUP സ്കൂൾ, സംഗീതശില്പം ഓഡിറ്റോറിയം, സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായി 17 വേദികളാണ് ഒരുക്കുന്നത്. പ്രധാന വേദിയുടെ പന്തൽ കാൽനാട്ടൽ ചടങ്ങാണ് ഹൈസ്കൂളിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനിജ നിർവഹിച്ചത്. PTA പ്രസിഡന്റ് A. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. AEO E. രാജൻ, DD സൂപ്രണ്ട് ത്രിദീപ്, പ്രിൻസിപ്പൽ PS ആര്യ, പ്രധാനാധ്യാപിക സുനിതകുമാരി, സംഘടനാ പ്രതിനിധികൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അടിയോടിപ്പടിയിലുള്ള ദേവപദം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കുന്നത്. മോഷണം പോയ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു ഒരാൾക്ക് പരിക്ക്. മണ്ണാർക്കാട് കല്ലടിക്കോട് വെച്ച് പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചതോടെയാണ് സ്കൂട്ടർ കല്ലടിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മോഷണം പോയ സ്കൂട്ടർ ഓടിച്ച പള്ളിക്കുറുപ്പ് സ്വദേശി ഷമീറിന് മുഖത്തിന് കാര്യമായി പരിക്കേറ്റു. വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച ഷമീറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മണ്ണാർക്കാട് ശിവൻകുന്നിൽ ബ്യൂട്ടീഷ്യനായ ശ്രീജിത്തിന്റെ സ്കൂട്ടർ നവംബർ 11 തിങ്കളാഴ്ചയാണ് വീടിന് സമീപത്ത് നിന്ന് മോഷണം പോയത്. ചൊവ്വാഴ്ച മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. വണ്ടി നമ്പർ വെച്ച് കല്ലടിക്കോട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവരുന്നത്. ഷമീർ ആശുപത്രി വിട്ടതിനു ശേഷം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കല്ലടിക്കോട് പോലീസ് അറിയിച്ചു. തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം കിഴൂർ റോഡിലെ ദുരിതയാത്രയ്ക്ക് താൽക്കാലിക പരിഹാരമാകുന്നു. റോഡിലെ വലിയ കുഴികൾ അടയ്ക്കുന്ന 2ാം ഘട്ട പ്രവൃത്തി ആരംഭിച്ചു. പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ടെൻഡർ ഏറ്റെടുത്ത
ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കുഴികൾ അടയ്ക്കുന്നത്. വലിയ കുഴികൾ WMM ഉപയോഗിച്ച് അടച്ച് ടാർ ഉപയോഗിച്ച് കൂടുതൽ ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. കീഴൂർ റോഡ് മുതൽ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പാതയിലെ സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് ആദ്യഘട്ടം അറ്റകുറ്റപ്പണി നടത്തിയത്. ആദ്യഘട്ടത്തിൽ വലിയ കുഴികൾ WMM ഇട്ട് അടച്ച് റോളർ ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന് കുഴികൾ വീണ്ടും രൂപപ്പെടുകയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ടാറും കൂടി ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ ബലപ്പെടുമെന്നാണ് പ്രതീക്ഷ. പാതയിലെ ദുരിതം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലറായി ഡോക്ടർ ഫൈസൽ KPയെ തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ ചേലാമലയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് ഡോക്ടർ ഫൈസൽ KP. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറം കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫൈസൽ KPയെ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാക്കി യൂണിവേഴ്സിറ്റി വിജ്ഞാപനം ഇറക്കി. 3 വർഷത്തേക്കാണ് അംഗത്വം. യൂണിവേഴ്സിറ്റിയുടെ 3 സെന്ററുകളിലെയും ഡയറക്ടർമാരിൽ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയ്ക്കാണ് ഫൈസൽ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. നിലവിൽ 20 അംഗങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിർവാഹക സമിതിയിലുള്ളത്. ഇത് 2ാം തവണയാണ് ഫൈസൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എത്തുന്നത്. മുർഷിദാബാദ് കേന്ദ്രത്തിലെ ഡയറക്ടറായിരുന്നു 3 സെന്ററുകളെയും പ്രതിനിധീകരിച്ച് കൗൺസിലുണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ആ പദവിയിലേക്ക് വീണ്ടും മലപ്പുറം കേന്ദ്രം ഡയറക്ടറെ പരിഗണിച്ചത്. നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ കോർട്ടിലും അക്കാദമിക് കൗൺസിലും അംഗമാണ് ഡോക്ടർ ഫൈസൽ. സെൻട്രലിലെ നിയമവിഭാഗത്തിൽ തുടക്കം മുതലേ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം 2019 ഏപ്രിൽ മാസം മുതലാണ് മലപ്പുറം കേന്ദ്രം ഡയറക്ടറായത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ദഫ് ബോയ്സ് മണ്ണാർക്കാട് സംഘടിപ്പിക്കുന്ന അഖില കേരള ദഫ് മത്സരം ദഫ് ദിൽ ദിൽ വെള്ളിയാഴ്ച നടക്കും. മണ്ണാർക്കാട് ആദ്യമായി സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമരംപുത്തൂർ കല്യാണക്കാപ്പ് ബീരൻ ഔലിയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിൽ രാത്രി 7-നാണ് മത്സരം N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. DVM രക്ഷാധികാരി സഹദ് ഫൈസി ചങ്ങലേരി അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റ് ചെയർമാൻ അമ്പംകുന്ന് ഫക്രുദ്ദീൻ പ്രസംഗിക്കും. ദഫ് ആസ്വാദകരുടെ വലിയ നിരയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 22/11/2024 വെള്ളിയാഴ്ച നവംബർ 4 കല്യാണക്കാപ്പ് ബീരാനൗലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ദഫ് ബോയ്സ് മണ്ണാർക്കാട് എന്ന് പറയുന്ന ദഫ് കളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 7 മണിക്ക് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന ദഫ് കളി മത്സരം 2 കാറ്റഗറിയിലാണ് നടക്കുന്നത്. ഒന്ന് പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടീമുകളും മറ്റൊന്ന് അഖില കേരളത്തിൽ പ്രശസ്തരായ പ്രമുഖ ടീമുകളും മാറ്റുരക്കുന്ന മത്സരം. ഈ 2 മത്സരമാണ് കല്യാണക്കാപ്പ് ബീരാനൗലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. ബഹുമാന്യരായ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രത്യേകിച്ച് ട്രസ്റ്റ് ചെയർമാൻ ഫഖറുദ്ദീൻ ഉസ്താദിൻ്റെയും അതുപോലെ പല പ്രമുഖരുടെയും സഹായത്താൽ പ്രോഗ്രാം നാളെ നടത്തപ്പെടുകയാണ്. രക്ഷാധികാരി സഹദ് ഫൈസി ചങ്ങലേരി, ചെയർമാൻ ഷെഫീഖ് അൻവരി കാരക്കുന്ന്, കൺവീനർ സക്കീർ ചുള്ളിമുണ്ട, ട്രഷറർ നായിഫ് കുമ്പാറ, അജ്മൽ പുല്ലിശ്ശേരി, ഷാനിബ് പുല്ലിശ്ശേരി, മുബാറക്ക് ചക്കരക്കുളമ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തനാടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ കരുവാര ഊര് സന്ദർശനവും ഊരുമുപ്പൻ ആണ്ടിക്കക്കിയുമായി അഭിമുഖവും സംഘടിപ്പിച്ചു. ഊരിലെ 177ഓളം വീടുകൾ സന്ദർശിച്ച് കുട്ടികൾ വിവരശേഖരണം നടത്തി. ഇരുള വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ ജീവിത രീതികളും സംസ്കാരവും ഭാഷയും കൃഷിരീതികളും ചികിത്സാരീതികളും നേരിട്ടറിയാൻ സന്ദർശനം സഹായകമായതായി അധ്യാപകർ പറഞ്ഞു. ഊരിനുള്ളിലുള്ള 177ഓളം വീടുകൾ സന്ദർശിച്ച് കുട്ടികൾ വിവരശേഖരണം നടത്തി. കരുവാര ഊരുമൂപ്പൻ ആണ്ടിക്കക്കി, സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് MP നൌഷാദ്, MPTA പ്രസിഡന്റ് സി റുബീന, PTA അംഗങ്ങളായ M അയ്യൂബ്, K ലുക്മാൻ, M മുസ്തഫ, റസാഖ് മംഗലത്ത്, T സുബൈദ എന്നിവർ സംസാരിച്ചു.
ഇനി വാണിജ്യ വാർത്തകൾ. അറേബ്യൻ ഭക്ഷണങ്ങളുടെ യഥാർത്ഥ രുചിയുമായി റോയൽ ഫുഡ് ഫോർട്ട് അലനല്ലൂർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. അലനല്ലൂർ മുണ്ടത്ത് മഹല്ല് ഖാസി മുഹമ്മദ് കുട്ടി ഫൈസി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. വിറകടുപ്പിലാണ് മിക്ക ഭക്ഷണങ്ങളും ഇവിടെ പാചകം ചെയ്യുന്നത്. അറബ് നാട്ടിലെ ഭക്ഷണരുചി തനിമ ചോരാതെ ഇനി അലനല്ലൂരിലും. റോയൽ ഫുഡ് കോർട്ട് അലനല്ലൂർ ബസ് സ്റ്റാൻഡിന് സമീപം ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. അലനല്ലൂർ മുണ്ടത്ത് മഹല്ല് ഖാസി മുഹമ്മദ് കുട്ടി ഫൈസി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, റാഷിദ് അൽ റയ, റഷീദ് അലായൻ, സുബൈർ തുർക്കി, അഷ്റഫ് ഹാജി, നിയാസ് കൊങ്ങത്ത്, PMS ഇമ്പിച്ചിക്കോയത്തങ്ങൾ, സോഷ്യൽ മീഡിയ ഫെയിം കുഞ്ഞാൻ താഴേക്കോട്, നാസർ പുളിക്കൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. ആദ്യ വിൽപ്പന ഇമ്പിച്ചിക്കോയത്തങ്ങൾ നിർവഹിച്ചു. വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ചിക്കൻ, ബീഫ്, കല്യാണ ദം ബിരിയാണിയാണ് റോയൽ ഫുഡ് ഫോർട്ട് ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കല്യാണ ചടങ്ങുകളിൽ ബിരിയാണികൾ മാത്രം പാകം ചെയ്യുന്ന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ബിരിയാണി തയ്യാറാക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും പാചകം പരിശീലിച്ചവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സുർബിയൻ റൈസ്, മന്തി റൈസ് എന്നിവയും റോയൽ ഫുഡിലുണ്ട്. വിവിധ തരം രുചികളിലുള്ള അൽഫാം പാചകത്തിൽ പ്രാവീണ്യം നേടിയ ഷെഫാണ് പാചകം ചെയ്യുന്നത്. കാറ്ററിംഗ് സർവീസും ഈവന്റ് മാനേജ്മെൻറ്റും ഏറ്റെടുക്കും. കൂടാതെ എല്ലാ പാർട്ടി ഓർഡറുകളും കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ട മെനുവിൽ തയ്യാർ ചെയ്തു നൽകുമെന്ന് മാനേജ്മെൻറ്റ് അംഗങ്ങളായ റമീസ്, ഷിബിലി എന്നിവർ അറിയിച്ചു. ഫ്രീ ഹോം ഡെലിവറിയും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭയിൽ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ ഇനിയും തീർപ്പായില്ല. കോടതിയിൽ നിന്നും അനുകൂല സ്റ്റേ ലഭിച്ചവരുടെ നികുതിയും സ്വീകരിക്കാതെ നഗരസഭ. വിനയാവുന്നത് സോഫ്റ്റ്വെയർ പ്രശ്നം. നികുതി ഇനത്തിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും നഷ്ടം. നടൻ മേഘനാഥന് വിട. വ്യാഴാഴ്ച പുലർച്ചെ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നഷ്ടമായത് വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങിയ നടൻ. അന്ത്യോപചാരമർപ്പിച്ച് സിനിമ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. എഴുത്തുകാരനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഏലംകുളം VP വാസുദേവൻ മാസ്റ്റർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഏലംകുളത്തെ വീട്ടുവളപ്പിൽ. CPM മങ്കട ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങും. കൊടിമര ദീപശിഖ ജാഥകൾ വൈകിട്ട് സംഗമിക്കും. തിരൂർക്കാടാണ് സമ്മേളനം നടക്കുന്നത്. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. വളർത്തുമൃഗങ്ങളെയാണ് തെരുവുനായ കടിച്ചത്. പശുവിനും കിടാവിനും വളർത്തുനായയ്ക്കും കടിയേറ്റു.
കരുവാരക്കുണ്ട് CDS ഓഫീസിൽ വിജിലൻസ് പരിശോധന. കുടുംബശ്രീ മുഖേന വിൽപ്പന നടത്തിയ ബൾബുകൾ സംബന്ധിച്ച പരാതിയിലാണ് അന്വേഷണം. കുടുംബശ്രീയെ കരുവാക്കി സ്വകാര്യ കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.